ഇന്ന് നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് തിളപ്പിച്ച പാലെടുക്കുക. എന്നിട്ട് ആ പാൽ തണുപ്പിക്കാൻ വെക്കുക. പിന്നെ നമുക്കൊരു ഗ്ലാസ് പാല്, അതൊന്ന് തണുത്തതായിരിക്കണം, തിളപ്പിച്ച് തണുത്തതായിരിക്കണം. പിന്നെ ഒരു മുട്ട, ബ്രെഡ്, പിന്നെ നമുക്കത് ബീറ്റ് ചെയ്തെടുക്കാൻ ഒരു പാത്രത്തിലെടുക്കാം. എന്നിട്ട് നമ്മൾ തണുപ്പിച്ചെടുത്ത പാൽ, അതായത് തിളപ്പിച്ചതിന് ശേഷം തിളപ്പിച്ച പാൽ അതിലേക്ക് ഒഴിക്കുക. പിന്നെ നമുക്ക് ഒരു മുട്ട എടുത്തത് നമുക്കതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പഞ്ചസാര വേണമെങ്കിൽ കുറയ്ക്കാം, വേണമെങ്കിൽ കൂട്ടാം. പിന്നെ അധികം പഞ്ചസാര കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതല്ലല്ലോ. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് പഞ്ചസാരയും അലിയണം, പ്ലസ് ആ മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിക്കാം, എന്തെങ്കിലും ഒരു ഇത് ഉപയോഗിക്കാം. അപ്പം നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബീറ്റ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ബൗളൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ തെറിച്ച് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ ഒരു പരന്ന പാത്രത്തിലാണ് ഇട്ടതെങ്കിൽ ഇപ്പോൾ ഒരു സ്പൂണ് കൊണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്താലും മതി. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ആ മുട്ടയുടെ വെള്ളയെല്ലാം നല്ലതായിട്ട് പതിഞ്ഞ് വരും എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഒരു അത് നമുക്കാണെങ്കിലും അത് എടുക്കുമ്പോൾ നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവിടെ ഇപ്പോൾ നല്ല പോലെ അത് പതഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അതിൽ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി വേറെ അതിൽ ടേസ്റ്റ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മളൊരു 2 പാൻ, അതിപ്പോൾ ഇങ്ങനെയുള്ളതാകാം, ഇനി നോൺ സ്റ്റിക്കിൻ്റെ എങ്ങനെയാണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊരു ദോശക്കല്ലാണ്. എന്നിട്ട് ഞാനതിലൊരല്പം നെയ്യ് ഒന്ന് പുരട്ടി അതിനെ നമ്മളിത്തിരി ഒന്ന് ഗ്രീസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എണ്ണയാണെങ്കിലും എണ്ണ ഇത്തിരി അല്പം ഒഴിച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ നമ്മൾ അടുപ്പൊന്ന് കത്തിക്കുക. അപ്പോൾ അധികം ചൂടൊന്നും വേണ്ട, ലൈറ്റായിട്ടുള്ളൊരു ചൂട് മതി, മീഡിയം ഒക്കെ ധാരാളമാണ്. അപ്പോൾ നമ്മൾ അടിയിൽ അവിടെ ഒരു പാത്രം വയ്ക്കുകയാണ്. എന്നിട്ട് ബ്രെഡെല്ലാം നമ്മൾ എടുത്ത് വയ്ക്കുന്നു. പിന്നെ നമുക്ക് ഓരോരോ ബ്രെഡുകളായിട്ട് എടുത്തതിന് ശേഷം അത് ആ പാലിൽ അല്പാൽപമായിട്ട് മുക്കുക. അതായത് കൂടുതൽ മുക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെഡ് അത് പൊട്ടിപ്പോവുമല്ലോ. അപ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട്, വളരെ സോഫ്റ്റായിട്ട് അത് ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മളിവിടെ തീ കത്തിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ലൈറ്റായിട്ടാണ്, മീഡിയം അല്ലെങ്കിൽ ലോയിൽ കത്തിച്ചാലും മതി. എന്നിട്ട് നമ്മുടെ ആ ഒരു പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് പീസസ് അതിൽ ഇപ്രകാരം പാലിൽ മുക്കിയിട്ട് നമുക്കവിടെ ചെയ്യാം. ഇനി ഈ പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസ് ചേർക്കാം, അതുപോലെ ഏലക്കപ്പൊടി നന്നായിട്ട് പൊടിച്ചതൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നിട്ട് ഒരല്പനേരം അങ്ങനെ ചൂടായി കഴിയുമ്പോൾ, അതായത് അധികം കരിയാനും പാടില്ല, നമുക്ക് ആ ഒരു ചെറിയതായിട്ട് ആ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ നമുക്കതൊന്ന് മറിച്ചിടാം. നോൺ സ്റ്റിക്കിലാണെങ്കിൽ നമുക്ക് മറിച്ചിടാൻ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ ഇത്തിരി ദോശക്കല്ല് പോലെ ഉള്ളതായതുകൊണ്ടാണ് ഞാനൊരല്പം നെയ്യ് പുരട്ടിയത്. മറ്റേതല്ലെങ്കിൽ നമുക്ക് അത് ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത് കുറേ സമയം എടുക്കും നമ്മൾ ഒരു പാനിൽ മാത്രമായി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പാനിലും കൂടി ഒപ്പം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് പതുക്കെ മുക്കിയെടുത്തിട്ട് അത് പാനിൽ ചെറിയ തീയിൽ അതിങ്ങനെ ആകുമ്പോഴത് ഒന്ന് മൊരിഞ്ഞു വന്നോളും.
ഒന്ന് ഇടയ്ക്ക് നോക്കിയിട്ട് നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ തീയുടെ ആ ഒരു ഫ്ലെയിമിൻ്റെതനുസരിച്ച് ചില സൈഡിൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് അതിന് മുരിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒന്ന് വശങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് നോക്കുക. അതായത് കൂടുതൽ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ ചൂട് തട്ടിയാൽ അത് ഭയങ്കര ഡ്രൈ ആയിപ്പോൾ ഈ ബ്രെഡ്. അപ്പോൾ അതിന് വളരെ സോഫ്റ്റായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള ഒരു ഫ്ലെയിം നമുക്ക് മതി. അപ്പോൾ ഇത് ഇപ്പോൾ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റിയെടുക്കാം. ഇതിനൊപ്പം ഞാൻ ഈ വശത്തേയും കൂടി ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഇപ്പം മറ്റൊരിടത്തും നമ്മൾ ബ്രെഡ് വേഗം തന്നെ പതുക്കെ പാലിൽ മുക്കിയത് നമ്മൾ നിരത്തി വയ്ക്കുകയാണ്. ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന ഒരു സ്നാക്കാണ് ഇപ്രകാരമുള്ള ബ്രെഡ് ടോസ്റ്റ്. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഞങ്ങൾ അമ്മ ഉണ്ടാക്കി തരുന്നൊരു ഇതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലൊക്കെ. ഇപ്പോഴും എനിക്കിഷ്ടമാണ് കേട്ടോ. എപ്പോഴും എൻ്റെ മോനാണെങ്കിലും അവർക്ക് ഇഷ്ടമാണിത്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇത് ഉണ്ടാക്കാം. ഇതുണ്ടാക്കിയാൽ വളരെ എളുപ്പമാണ് നമുക്ക് ഉണ്ടാക്കാനും. ഇവിടെ ഞാൻ എടുക്കുമ്പോൾ അത് ഒരല്പം ചൂട് കൂടിപ്പോയി, അതായത് കുറച്ച് ഡിലേ വന്നു. ഇത് ചെറിയ അടുപ്പായതുകൊണ്ട് അതിന് തീ ആ കറക്റ്റ് ആ സെൻറ്ററിൽ കൂടുതലായിട്ട് അത് വന്നു. അപ്പോൾ കുറച്ചത് ഒന്ന് കരിഞ്ഞ പോലെ ആയിട്ടുണ്ട്, അധികം കരിഞ്ഞിട്ടില്ല. നമ്മൾ ആ ഒരു വശമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതിൽ മുട്ട ചേർക്കാതെ ഉണ്ടാക്കാം കേട്ടോ. വെറുതെ പാലും പഞ്ചസാരയും മാത്രം ഇട്ടിട്ടും ഉണ്ടാക്കാം. പക്ഷേ മുട്ട ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയുണ്ട്. പിന്നെ വാനില എസൻസും ഏലക്കാപ്പൊടിയൊന്നും എപ്പോഴും ഇടണമെന്നൊന്നുമില്ല. ഇങ്ങനെ ഒരു മുട്ടയും പാലും മാത്രം ചേർത്താലും പഞ്ചസാരയും ചേർക്കുമ്പോൾ തന്നെ അതിന് നല്ല ഒരു ടേസ്റ്റ്. വീട്ടിൽ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് ഇഷ്ടപ്പെടും. അതായത് അധികം കുതിർന്ന് പൊട്ടിപ്പോവരുത്. പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പാലിൽ മുക്കുമ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ എന്നുവെച്ചാൽ അത് ഇങ്ങനെ കോരിയെടുക്കാൻ അതിൻ്റെ ഷേപ്പൊക്കെ പോകും എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് ആകെ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ടൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്രകാരം ഇങ്ങനെ പാലിലൊക്കെ മുക്കിയെടുക്കുമ്പോൾ അത് പാലൊക്കെ അവിടെ എവിടെയും തൂവിപ്പോവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. കാരണം പഞ്ചസാര ഉള്ളതുകൊണ്ട് ചുറ്റും ഉറുമ്പൊക്കെ വരും. നമ്മൾ അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തിട്ടില്ല എങ്കിലും ഉറുമ്പൊക്കെ വരും. അപ്പോൾ കുട്ടികൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരിക്കലെങ്കിലും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. അത് നല്ല രസമുള്ള ഒരു സ്നാക്സായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഒരു 4 എണ്ണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ടാണെങ്കിലും നല്ലതാണ്. അതല്ല വൈകിട്ട് നമ്മൾ ക്ലാസ് വിട്ട് കഴിഞ്ഞ് വരുമ്പോഴോ ഒക്കെ ആണെങ്കിലും സ്നാക്സായിട്ട് ഇത് കഴിക്കാം. ബാച്ചിലേഴ്സിനും ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ സൗകര്യമുള്ള ഹോസ്റ്റലേഴ്സോ പേയിങ് ഗസ്റ്റോ അങ്ങനെയുള്ളവർക്കും ഇതൊക്കെ ട്രൈ ചെയ്യാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ടൈം ബ്രെഡൊക്കെ വാങ്ങുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കുമ്പോഴേ എന്നെ തീർച്ചയായിട്ടും ഓർക്കണം കേട്ടോ. പിന്നെ അത് പൊട്ടിപ്പോകരുത്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, ടേക്ക് കെയർ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതേ.